നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു. കുട്ടാ, കുട്ടൻ കൂട്ടത്തിലൊരു ശില്പയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ. ശില്പയോ? അതാരാ? അത് തന്നെയാ ഞാനും ചോദിച്ചത്. ആരാ ഈ ശില്പ? അതാരാ ശില്പ? എനിക്കറിയില്ല. എത്ര നേരം വെയിറ്റ് ചെയ്യുന്നറിയാം. എന്താ വരാതിരുന്നത്? ശില്പല്ല വരാതിരുന്നത്. എന്താ വരാണ്ടിരുന്ന ശില്പ? പറ ശില്പ. ശില്പ പറ, എവിടെയായിരുന്നു ഇത്ര നേരം? ശില്പ, നിനക്കൊന്നും പറയാനില്ലേ? ശില്പ എവിടെയാ? ശില്പ കണ്ടില്ലേ മാഡം, ഇവന്മാരെന്ത് തോന്നിയാസോ ഈ കാണിക്കുന്നേ? ഒരു ലെക്കും ലെവലും ഇല്ലാണ്ടാ ഓരോരുത്തന്മാര് വണ്ടി എടുത്ത് റോഡിലേക്ക് ഇറങ്ങുന്നത്. ഋഷി, ഇതാണെന്ന് ഞാൻ പറഞ്ഞ റൗഡികള്. ഇവരെ കുറിച്ച് അന്വേഷിക്കണം. നമ്മളിപ്പോ എവിടെയാ? നമ്മളെവിടെ എത്തി? നന്നായിട്ട് ഉറങ്ങിയില്ലേ കുട്ടൻ? ഉറങ്ങി, നന്നായിട്ട് ഉറങ്ങി. കുട്ടൻ ഉറക്കത്തിനിടയിൽ എന്തൊക്കെയോ പറഞ്ഞേ? ഞാൻ എന്ത് പറഞ്ഞു? എന്തൊക്കെയോ പറഞ്ഞു. കുട്ടാ, കുട്ടൻ കൂട്ടത്തിലൊരു ശില്പയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ. ശില്പയോ? അതാരാ? അത് തന്നെയാ ഞാനും ചോദിച്ചത്. ആരാ ഈ ശില്പ? അതാരാ ശില്പ? എനിക്കറിയില്ല. ഏത് ശില്പ? അങ്ങനെ ഒരാളെ എനിക്ക് അറിയേയില്ല. അപ്പോ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളൊന്നും കുട്ടൻ ഓർമ്മയില്ല. ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നെങ്കിൽ കിടന്നോ. ഇതാരുടെ ഫോട്ടോയാ ഇത്ര കാര്യമായിട്ട് സൂം ചെയ്ത് നോക്കുന്നേ? ഓ, നിനക്കിപ്പോ സംശയം തുടങ്ങിയോ? ഞാനും ഇത് ആരുടെ ഫോട്ടോയാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
നോക്ക്. നോക്കട്ടെ. ഇത് ആരാ അയച്ചെന്ന്? ദേവികേച്ചിയാ ഇത് സെൻഡ് ചെയ്തിരിക്കുന്നത്. ഋഷി, ദേവികേച്ചിയെ വിളിക്കുന്നത്. കോൾ അറ്റൻഡ് ചെയ്. ആ ദേവികേച്ചി. ആ ഋഷി, ഞാൻ അയച്ച ഫോട്ടോ കണ്ടില്ലേ? കണ്ടു. പക്ഷേ ഫോട്ടോയിൽ കണ്ടവരെ എനിക്ക് മനസ്സിലായില്ല. അവരാരൊക്കെ? അല്ല, എന്തിനാ ഈ ഫോട്ടോ എനിക്ക് അയച്ചു തന്നത്? ഞാൻ പറയാം ഋഷി. ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം ഋഷിക്ക് മനസ്സിലായല്ലോ. ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഞാൻ അയച്ച ഫോട്ടോസ് പോലീസുകാരെ കാണിച്ച് കുട്ടന്റെ ആക്സിഡന്റിന്റെ കാര്യങ്ങൾ അവരെ ഓർമ്മിപ്പിക്കണം. ഇമ്മീഡിയറ്റ്ലി അത് ചെയ്യണം. ഏട്ടന് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തായാലും അവന്മാരെ വെറുതെ വിടാൻ പാടില്ല. ഉടനെ തന്നെ കണ്ടെത്തണം. ഞാനെന്തായാലും വൈകാതെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഈ ക്രിമിനൽസിന്റെ ഫോട്ടോ പോലീസുകാരെ കാണിച്ച് അവർക്കെതിരെ പരാതി കൊടുക്കാം. പോലീസുകാരെ കൊണ്ട് ഇവന്മാരെ അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ട കാര്യങ്ങളും ഞാൻ ചെയ്യാം. ശരി, എന്നാ പെട്ടെന്ന് തന്നെ ഋഷി പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കോ. ഞാൻ തിരിച്ചു വന്നുകൊണ്ടിരിക്കാം. ബാക്കി കാര്യങ്ങൾ ഞാൻ വീട്ടിലെത്തിയിട്ട് നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. ഓക്കെ ചേച്ചി. എന്താ ഋഷിയേട്ടാ, എന്താ പ്രശ്നം? പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുന്ന കാര്യമൊക്കെ കേട്ടല്ലോ. ഋഷി, ചേച്ചി എന്താ പറഞ്ഞ്? അത് ചേച്ചി പറഞ്ഞത് ഞാനേതായാലും ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. ഋഷിയേട്ടാ, ആ ഫോട്ടോസ് എനിക്കൂടെ അയക്ക്. ഞാനും എന്റെ വഴി കൂടെ അന്വേഷിക്കാം. ആ, അത് നല്ലതാ. അയച്ചിട്ടുണ്ട്, നോക്ക്. ഞാനേതായാലും പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാം. അച്ഛൻ ഈ ക്രിമിനൽസുമായി ബന്ധം കാണൂ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.